ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മത്തിക്കറിയാണ്. ഇതിനു മുമ്പ് ഞാൻ 2 മത്തിക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പച്ചമാങ്ങ ഇട്ടിട്ടും തക്കാളി ചേർത്തിട്ടുമായ 2 മത്തിക്കറികളാണ്. ഇത് രണ്ടും എല്ലാവരും ചെന്നൊന്ന് കണ്ടു നോക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പൻപുള്ളി ഇട്ട മത്തിക്കറിയാണ്. അതിനു വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. നന്നായിട്ടൊരു 30 സെക്കൻഡ് വഴറ്റണം. ഇപ്പോൾ ഇനി അതിലേക്ക് ഇരുമ്പൻപുള്ളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇരുമ്പൻപുള്ളി നന്നായിട്ടൊന്ന് വാടുന്നത് വരെ അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 10 ഇരുമ്പൻപുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇരുമ്പൻപുള്ളി നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം അതിലിട്ട് നന്നായിട്ടൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഇവിടെ അരച്ച് ചേർത്തിരിക്കുന്നത്. ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിക്കുക. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇരുമ്പൻപുളിയൊക്കെ വേകുന്നത് വരെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. നല്ല തിളച്ച് കഴിയുമ്പോൾ മത്തി ഇട്ട് കൊടുക്കുക. മത്തിയെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 2-3 മിനിറ്റ് അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് മത്തി ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് തണുത്തതിന് ശേഷം കറി നോക്കുകയാണെങ്കിൽ ഇതുപോലെ കുറുകി നല്ല ചാറോടുകൂടി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക്